ദൈവരാജ്യം എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ ആ വിഷയത്തെക്കുറിച്ചുള്ള തിരുമനസ്സ്. അപ്പം നമ്മൾ സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന ചെല്ലുന്നു ഇല്ലേ? സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന എന്താ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. അത് അവിടെയാണ് പ്രശ്നം. എന്താ പ്രശ്നം? അങ്ങയുടെ തിരുമനസ് പറഞ്ഞ്, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അപ്പൊ ദൈവത്തിന്റെ തിരുമനസ് നിറവേറുന്നതാണ് ദൈവരാജ്യം. ഉറപ്പല്ലേ? ഇപ്പം നിങ്ങൾ പറയുന്ന അക്കാഡമിയിൽ ജോലി കിട്ടിയില്ല, നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ജോലി കിട്ടിയില്ലെങ്കിലും ദൈവരാജ്യം നിറവേറിയില്ലെന്ന് നോക്കിയാൽ മതി. നമ്മൾ പിടിയിട്ടില്ലേ? നിങ്ങൾ പറയുന്ന ചെറുക്കനെ കല്യാണം കഴിച്ചാലും കഴിച്ചില്ലേലും ദൈവം നിങ്ങൾക്ക് തരുന്ന ഒരാളെ ദൈവത്തിൻ്റെ ആളായിട്ട് എടുത്തു കഴിയുമ്പോൾ ദൈവരാജ്യമായി ആ സംഭവം.